ഹലോ, വെൽക്കം ടു വ്ളോഗ് നമ്പർ 5. ദിസ് ഇസ് മൃദുൽ. ഇന്ന് സൺഡേ ആ, ഇപ്പൊ എണീച്ചിട്ടുള്ളൂ. 10 o'clock ആയി. അപ്പൊ വീട്ടിലാരും ഇല്ല, അപ്പം പുറത്തോട്ട് ഫുഡ് കഴിക്കണം. ഞാൻ വിചാരിച്ചു എന്നാ പുറത്ത് എന്തായാലും പോവല്ലോ. അപ്പൊ ആ വഴിക്ക് രണ്ട് കറക്കും കൂടി കറക്കി അതൊരു വീഡിയോ ആക്കിയിടാണ്. ചെറിയ വീഡിയോ ആയിരിക്കും. എല്ലാ വീഡിയോസും 3 minutes ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ വിചാരിക്കുന്നു. നമുക്ക് പോയി നോക്കാം. എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. ജസ്റ്റ് പോയി നോക്കാം. എന്നിട്ട് നല്ല മഴയും വരുന്നുണ്ട്. അപ്പൊ വെറുതെ ഒന്ന് മഴയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ തുമ്മലൊക്കെയാ. അപ്പൊ അതൊന്ന് ഇരട്ടിയാക്കാൻ പോയിട്ട് ലെറ്റ്സ് ഗോ. ഇപ്പൊ എല്ലാ സാധനങ്ങളും കൊടുത്തു. ഇനി നൈസിൽ ഇറങ്ങട്ടെ. ഒന്ന് വിശക്കുന്നുണ്ട്. അപ്പൊ ഇറങ്ങട്ടെ. ഉം, ഉം. പിന്നെ ഇന്ന് 10:30-ക്ക് ഒരു റീല് വരുന്നുണ്ട്. ഓക്കെ, അതിനെ കുറിച്ച് പറയാം. ഓക്കെ, ഞാൻ ഒരു മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടഡ് ഓൺലൈൻ. അപ്പോൾ ഇപ്പോൾ ഡിസൈനിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിപാടീസാ ചെയ്യുന്നത്. മാർക്ക് വ്യൂ എന്നാണ് കമ്പനീന്റെ പേര്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലയൻസ് ആയിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഞാൻ നൈസിൽ ഇറങ്ങട്ടെ. അപ്പൊ 10:30 റീൽ എല്ലാവരും കാണണം. ഞാൻ ഇപ്പൊ ഇറങ്ങി ഇതാ പോയി കൊണ്ട് നിൽക്കുക. ഞാൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആരും ഫോൺ എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് പോവാന്ന്. അപ്പൊ ഒറ്റയ്ക്ക് പോവാണ്. മഴയൊന്നും പെയ്യില്ല തോന്നുന്നു കണ്ടിട്ട്, അറിയില്ല. പോയി നോക്കട്ടെ. നേരെ പമ്പിലേക്ക് പോട്ടെ. എന്നിട്ട് പമ്പിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം, എന്താ അവസ്ഥ എങ്ങനെയാന്നൊക്കെ. പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ആവശ്യത്തിന് അധികം അടിച്ചു. ഇപ്പൊ ഫ്രണ്ട് മിസ് കോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനെ തിരിച്ചു വിളിച്ചോട്ടെ. അഥവാ അവൻ വന്ന എനിക്കൊരു കമ്പനി ആയല്ലോ. നോക്കി നോക്കട്ടെ. ഇങ്ങനെ വിഷ്ണുവിനെ കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവിനും കൂട്ടി ഇനി പോവാണ്. എവിടേക്കാന്നൊന്നും ഇല്ലാത്തൊരു യാത്രയാണ്. ഞങ്ങൾ രണ്ടാളും പോട്ടെ. ഹലോ, വി ആർ അറ്റ് പൈപ്പ് ലൈൻ. ഇവിടുത്തെ ഭംഗി കാണിച്ചു തരാം വിഷ്ണുവിന്റെ കൂടെ. ഞങ്ങളിപ്പോ ഇവിടുത്തെ ഈ വഴിയിലൂടെ ഇങ്ങനെ തേരപ്പാര നടക്കുന്നു. ഇവിടെ ഒന്നുമില്ല കാണാന്. ഇവിടെ ചുറ്റും വെള്ളം, കുറെ വെള്ളം മാത്രം. 2 ചായക്കട ഉണ്ട്, പക്ഷെ രണ്ടും തുറന്നിട്ടില്ല. പിന്നെ വെള്ളം കയറുന്ന സ്ഥലം അതിനോട് അങ്ങനെ ആൾക്കാരും ഇല്ല. ഞങ്ങളിങ്ങനെ നടക്കട്ടെ, വെറുതെ നടന്നു നോക്കാം. ഇവിടെ വെള്ളം മാത്രം എന്ന് ഞാൻ പറഞ്ഞ് തിരിച്ചെടുക്കുകയാണ്. ഇവിടെ വേറൊരു അതിമനോഹരമായ ഒരു കാഴ്ച ഉണ്ട്. അടിപൊളി ആൾക്കാർ കൊണ്ട് കളഞ്ഞ കുപ്പി, അങ്ങനത്തെ വേസ്റ്റുകൾ, അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇവിടെ. ഇതാ അവിടെയും ഇവിടെയും എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് നൈസിൽ ഇറങ്ങാണ്. ഇനി വേറൊരു സ്ഥലമുണ്ട്, കുറച്ചുകൂടി പോവാണ്ട്. അപ്പൊ അവിടേക്ക് പോവാ. അത് ഒരു വെള്ളത്തിലേക്ക് ബോട്ട് ഇറക്കുന്ന അങ്ങനെ എന്തോ സ്ഥലം. അപ്പൊ ഈ നൈസിൽ അവിടേക്ക് പോട്ടെ. അവിടെ എത്തിയിട്ട് വരാം. അവിടെ നിന്നുള്ള റോഡ് നേരെ വന്നതാ. ഇവിടെ ഫുള്ള് വെള്ളം കേറിയിട്ട് ഇറങ്ങിയതിന്റെ ഒരു സാധനങ്ങൾ കാണാം. ഈ റോഡ് പാലത്തിലും ഇവിടെ ഫുള്ള് ഈ റോഡ് ഇങ്ങനെ പോയി നോക്കട്ടെ. ഇനി വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല. പോയി നോക്കട്ടെ. വെള്ളം അത്ര അടുത്തുണ്ട്. ഇന്ന് രാവിലെ ഇറങ്ങിയതട്ടാ തോന്നുന്നു. അതുപോലെ ഉണ്ട്. ഇത് അടുത്ത ലൊക്കേഷനിലെത്തി. ഇത് മാവൂർ KCBന്റെ അടുത്ത് കൂടെ ഉള്ള റോഡ്. ആ റോഡ് നേരെ വന്നാ എത്തുന്നത് ഈ സ്ഥലത്തേക്കാണ്. പക്ഷെ പണ്ട് ഞാൻ വന്നപ്പോ ഇത് ഇങ്ങനെയല്ലേന്നു. പണ്ട് 8-ലൊക്കെ പഠിക്കുമ്പോ വന്ന അപ്പൊ ഇത് ഇങ്ങനെയല്ലേ. പണ്ട് ഇവിടുന്നില്ലേ നേരെ ഇങ്ങനെയാണ് ഇറക്കും. ഇതിപ്പോ വേറെന്തോ സെറ്റപ്പ് ആയിണ്ട്. ജസ്റ്റ് അങ്ങനെ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്താന്ന്. ഇതൊക്കെ ഇപ്പൊ കണ്ടതാണ്. ഇവിടെ കയാക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ കയാക്കിങ്ങിലേക്കുള്ള വഴിയാ തോന്നുന്നു. പക്ഷെ കടവിന്റെ അപ്പുറത്തെ സൈഡാണ്. നീന്തി പോയിട്ട് കയാക്കിങ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നപ്പോ ഇവിടെ ഒന്നും ഇല്ല. അപ്പുറത്തന്നെ ഉള്ളൂ കയാക്കിങ്ങിന്റെ ഒക്കെ. ഇവിടെ ഒരു തോണിയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്.
അടിപൊളി. ആരുമില്ല, കാലി സ്ഥലം. ഇങ്ങനെ വെറുതെ വന്നിരിക്കുക, വേറൊന്നുമില്ല. പാക്കിങ് എനിക്ക് തോന്നുന്ന നമ്പറിൽ വിളിച്ചാൽ അവര് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കുക തോന്നുന്നു, അറിയില്ല. ഇപ്പൊ മഴ അതിനോടാണോ ഇവിടെ ഇല്ലാത്തതെന്നും അറിയില്ല. അവിടേക്ക് നോക്കി ഒരു ബോട്ടൊക്കെ മുങ്ങിപ്പോയ കാണാം വെള്ളത്തില്. ഇനിയിപ്പോ ഇവിടുന്ന് നൈസില് ഇറങ്ങണം. ഫുഡൊന്നും കഴിച്ചില്ല, അപ്പൊ ഇനി ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോണം. അപ്പം നീ ഇതിന്റെ പരിപാടി നോക്കട്ടെ. ഞങ്ങൾ അവിടെ നിന്ന് മാപ്പ് നോക്കിയപ്പോ വേറൊരു റോഡ് കണ്ട്, ഞങ്ങളുടെ വീടിന്റെ അവിടേക്കുള്ള റോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ആ റോഡ് കയറി. അവിടെ അടിപൊളി അടിപൊളി വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ റോഡ് ഞങ്ങൾ നേരെ പോവാണ്. ഏത് റോട്ടിലെത്തുന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ഏതെങ്കിലും റോട്ടിലെത്തിയേക്കും, പോയി നോക്കട്ടെ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറണം. മാപ്പ് നോക്കി വന്നതാ, വഴിയില്ലാത്ത വഴിയിലെത്തി. പക്ഷെ മാപ്പ് പറയുന്നത് ഈ വഴി തന്നെ പോവാനാണ്. പോയി നോക്കട്ടെ, അറിയില്ല, അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. ചെറിയ ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല റോഡാ തോന്നുന്നു, അറിയില്ല. ഞാൻ വഴി പോയി നോക്കട്ടെ. അല്ലെങ്കിൽ ഫുള്ള് ഇങ്ങനത്തെ റോഡാണ്. ഇവിടേക്കൊക്കെ അങ്ങനത്തെ റോഡാണുള്ളത്. ലാസ്റ്റ് മാപ്പ് ഞങ്ങളെ എവിടെയോ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ വഴി പോയി നോക്കട്ടെ, അറിയില്ല. ഇപ്പൊ റേഞ്ചും കിട്ടുന്നില്ല ഫോണിലൊന്നും. മെയിൻ റോഡിലെത്തി. നീ മര്യാദക്ക് ഈ വീട്ടിൽ പോട്ടെ. ആ കഴപ്പം കൊണ്ട് തീർന്ന്. എന്താ ഫുഡ് കഴിക്കണടുത്തെത്തി. നൈസിൽ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് പോട്ടെ. നൈസിൽ ഫുഡ് കഴിച്ച് പോട്ടെ. വിഷ്ണുവിനെ ഇറക്കി വീട്ടിൽ തിരിച്ചെത്തി. അവിടുത്തെ ഫുഡ് ഭയങ്കര എരിവായിരുന്നു. അപ്പോൾ അവിടുന്ന് വേഗം ഞങ്ങൾ ഇറങ്ങി തിരിച്ച് വേഗം വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ബാക്കി ക്ലിപ്സൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കണം, എന്നിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഈ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.